വികസിത വട്ടിയൂർക്കാവിനായി മണ്ഡലത്തിൽ വാക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ച് BJP. വട്ടിയൂർക്കാവ് NDA സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ കവടിയാർ വിവേകാനന്ദ പാർക്ക് മുതൽ വെള്ളയമ്പലം അയ്യങ്കാളി പ്രതിമ വരെയുള്ള നിരത്തിലാണ് വാക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചത്. ശാലിനി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നവോത്ഥാനത്തിന്റെ പേരിൽ തിരുവനന്തപുരത്തെ രാജകീയ വീഥിയിൽ ഒരുപാട് നടത്തങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ത്രീ സുരക്ഷയ്ക്കായി രാത്രി നടത്തം, ഒപ്പം നവോത്ഥാനത്തിന്റെ പേരിൽ മതിൽ കെട്ടിയപ്പോഴും ഇവിടെ രാത്രി നടത്തമുണ്ടായി. പക്ഷേ വട്ടിയൂർക്കാവിന്റെ തിരുവനന്തപുരത്തിന്റെയൊക്കെ വികസനത്തിന് വേണ്ടി ഒരു രാത്രി നടത്തം, ഇത് ആദ്യമായിട്ടായിരിക്കും. ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവം. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ വട്ടിയൂർക്കാവിന്റെ സ്വന്തം സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ. രാജ്യത്തിന്റെ തന്നെ അഭിമാനങ്ങളായ രണ്ട് താരങ്ങളാണ് ഈ ഒരു യാത്രയ്ക്ക്, ഈ ഒരു വാക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. ആ ശ്രീലേഖ വോട്ടഭ്യർത്ഥന തുടരുകയാണ്, പര്യടനം തുടരുകയാണ്. ഇത് ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിൽ വികസനത്തിന്റെ പേരിൽ ഒരു രാത്രി നടത്തം. നവോത്ഥാനത്തിന് നടന്നു, ഒപ്പം തന്നെ മതിൽ കെട്ടാൻ നടന്നു. എന്തായിരിക്കും ഈ വികസനത്തിന്റെ പേരിലുള്ള നടത്തം? ഇതൊരു വലിയ സന്ദേശമാണ്. വട്ടിയൂർക്കാവിലെ സ്ത്രീജനങ്ങൾ ഏത് രാത്രിയിലും സുരക്ഷിതമായി ഇവിടുത്തെ നിരത്തുകളിലൂടെ നടക്കാൻ സാധിക്കണം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ നടത്തം രാത്രി സമയത്ത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. എങ്ങനെ ഓടി എത്തിയോ? അല്ല, ഓട്ടം ഒക്കെ കഴിഞ്ഞോ? അതാണ് ഇന്നത്തെ ഓട്ടം കുറച്ച് വൈകിപ്പോയി, ലേറ്റായി. അതുകൊണ്ട് ഞാനിവിടെ വരാൻ താമസിച്ചത്. വൈകിട്ടത്തെ പരിപാടി കുറച്ച് കൂടുതലുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതിന് 1-2 എണ്ണം എക്സ്ട്രാ കയറി വന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ. അത് നാളെ രാവിലെ വീണ്ടും തുടങ്ങും. വട്ടിയൂർക്കാവിൽ വികസനമാണോ, വിശ്വാസമാണോ, ഒപ്പം വിവാദമാണോ പ്രധാന ചർച്ച? കൂടുതലായിട്ട് നമ്മുടെ വികസന അജണ്ട, പിന്നെ അത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു നല്ല ഒരു വികസന നന്മ, കൂടാതെ ഇപ്പോൾ സുരക്ഷ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ജനങ്ങളുടെയും സമ്പൂർണ്ണ സുരക്ഷ, അത്രയും കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരുപാട് വിവാദങ്ങൾ വരുന്നു, ഒരുപാട് മാധ്യമ വാർത്തകൾ വരുന്നു. അതിലൂടെയൊക്കെ എന്താണ് പ്രതികരണം ഈ സമയം? ഒരു പ്രതികരണവും ഇല്ല. കാരണം വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അത് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തായാലും വിവാദം വരും. ഇനിയിപ്പോൾ അടുക്കും തോറും കൂടി വരും വിവാദം. നമ്മൾ വികസനത്തിൽ മാത്രം, നമ്മുടെ പ്രചാരണത്തിൽ മാത്രം ശ്രദ്ധിച്ചാണ് മുന്നേറുന്നത്. ശ്രീലേഖ മേഡം സൂചിപ്പിച്ചതുപോലെയാണ് വികസനം മാത്രം ചർച്ച ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയാണ് തുടരുന്നത്. അത് വട്ടിയൂർക്കാവിൽ മാത്രമല്ല, കേരളം ഒന്നാകെ നടക്കുമെന്നുള്ളതാണ്. കേരളത്തിന്റെ രണ്ട് അഭിമാന താരങ്ങളാണ് എനിക്ക് ഇടവും വലവും നിൽക്കുന്നത്. മറ്റൊരാളോട് ചോദിക്കാം, മേഡം എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? തെരഞ്ഞെടുപ്പ് പ്രചാരണം വൻതോതിൽ മുന്നോട്ട് പോകുമല്ലേ നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും. നമ്മുടെ ശ്രീലേഖാജി കണിശമായിട്ടും വട്ടിയൂർക്കാവിൽ വിജയിക്കും. കാര്യം ആദ്യത്തെ അവിടെ വനിതാ MLA ആകണം. വട്ടിയൂർക്കാവിന് വികസനം വേണം. അതുണ്ടാവും, അത് കണിശമായിട്ടും ഉണ്ടാവും. ജനങ്ങള് ശ്രീലേഖ മാഡത്തിനോടൊപ്പമാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു വനിതാ MLA സമ്മാനിക്കാൻ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഒരുങ്ങുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമുക്ക് പിന്നിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വട്ടിയൂർക്കാവിന്റെ വരുന്ന വോട്ടർമാർ, ഒപ്പം തന്നെ വട്ടിയൂർക്കാവിന്റെ വികസന നായികയാകാൻ ശാസ്തമംഗലത്തിന്റെ വികസന നായിക ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിലുള്ള വോട്ട് അഭ്യർത്ഥനയാണ് ഈ കാണുന്നത്. രാത്രി കാലങ്ങളിൽ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണം, സ്ത്രീകൾ തെരുവുകളിൽ സുരക്ഷിതരാകണം എന്നുള്ളൊരു സന്ദേശമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. കവടിയാറിൽ നിന്ന് ആരംഭിച്ച, അതായത് വിവേകാനന്ദ പാർക്കിൽ നിന്ന് ആരംഭിച്ച ആ ഒരു രാത്രി നടത്തം വാക്ക് വിത്ത് കാൻഡിഡേറ്റ് വെള്ളയമ്പലത്തെ അയ്യങ്കാളി പാർക്ക് വരെ, അവിടെ വരെയാണ് ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഈ വോട്ടിന്റെയൊക്കെ പ്രചാരണമൊക്കെ? പ്രചാരമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ ചൂട് പിടിച്ചു. പ്രചാരത്തിന്റെ മൂർത്തിയിൽ നിൽക്കുകയാണ് ഞങ്ങള്. നമ്മൾ വട്ടിയൂർക്കാവ് പിടിക്കുമല്ലേ? വട്ടിയൂർക്കാവ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരുത്ത്, പെൺകരുത്ത്. വട്ടിയൂർക്കാവിൽ ഒരു വനിതാ MLA, ഇത്തവണ ഒരു വനിതാ MLA ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും വനിതാ MLA. എങ്ങനെയുണ്ട് വട്ടിയൂർക്കാവിന്റെ മനസ്സ്? വട്ടിയൂർക്കാവിൽ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം നമ്മൾ ഇത്തവണ പിടിക്കും. നമ്മുടെ BJP MLA തന്നെ വട്ടിയൂർക്കാവിൽ വരും, ഉറപ്പാണ്. ഉണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ അവിടുത്തെ? വളരെ മോശം ഭരണമായിരുന്നു. ഇതെന്തായാലും ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീലേഖ മാഡം തന്നെ വിജയിക്കും. ഇത്തവണ BJP വട്ടിയൂർക്കാവിൽ താമര വിരിയും. ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ വട്ടിയൂർക്കാവിൽ ഇത്തവണ താമര വിരിയും എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. ഇവിടുത്തെ വോട്ടർമാരാണ്. ഒപ്പം തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളൊരു ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളതാണ് ഇവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്.
അതിൻ്റെ പ്രചാരണാർത്ഥമാണ് ഈ വട്ടിയൂർക്കാവിലുള്ള വാക്ക് വിത്ത് കാൻഡിഡേറ്റ് പരിപാടി ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമെന്നുള്ളതാണ് BJP നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്. അത് വട്ടിയൂർക്കാവിൽ നിന്ന് ആരംഭിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അത് തന്നെയാണ് എനിക്ക് പിന്നിൽ ഈ കാണുകയും ചെയ്യുന്നത്. ക്യാമറാമാൻ അനുജ് ആനാവൂരിനൊപ്പം S. ശാലിനി, ജനം, തിരുവനന്തപുരം.